നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് മദീന മേഖലയെയാണ്. ഇവിടെ തോടുകളും താഴ്വരകളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. മദീനയിലെ ഏറ്റവും പ്രശസ്ത താഴ്വരയായ വാദി അൽ മുബാറക് നോക്കെത്താ ദൂരത്തോളം വ്യാപിച്ച വലിയ തടാകമായി മാറുകയായിരുന്നു. മദീന സുവൈർഖയിൽ മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ട 7 പേരെയാണ് സിവിൽ ഡിഫൻസ് സംഘം രക്ഷപ്പെടുത്തിയത്. മലഞ്ചെരുവുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കും വെള്ളക്കെട്ടുമുണ്ടായി. മദീനയിലെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന താഴ്വരകളാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ടുകളായി മാറിയത്. പല ഭാഗത്തും ശക്തമായ മഴവെള്ളപ്പാച്ചിലുമുണ്ടായി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെയും മുന്നറിയിപ്പ് പ്രകാരം പ്രദേശവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുപ്രകാരം മുൻകരുതൽ നടപടികൾ എടുത്തിരുന്നു. മദീനയിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ധാരാളം പേരെയാണ് സിവിൽ ഡിഫൻസ് കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. യാംബൂലും ഉംലജിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. സൗദിയുടെ വടക്കൻ മേഖലയായ തബൂക്കിലും പരിസരങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. വീശിയടിച്ച ശക്തമായ കാറ്റിൽ വൈദ്യുതി ടവറുകളും പോസ്റ്റുകളും നിലം പൊത്തി. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വൈദ്യുതി ടവറുകളും പോസ്റ്റുകളും നിലം പതിച്ചതിനെ തുടർന്ന് തബൂക്കിൽ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം മുടങ്ങിയതായും സൗദി ഇലക്ട്രിസിറ്റി കമ്പനി അറിയിച്ചു. മാത്രമല്ല, കമ്പനിയുടെ സാങ്കേതിക സംഘങ്ങൾ ഇടപെട്ട് വൈകാതെ ഭൂരിഭാഗം വരിക്കാർക്കും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചതായും സൗദി ഇലക്ട്രിസിറ്റി കമ്പനി വ്യക്തമാക്കി. വാദി അൽ ഖുഷൈബ കരകവിഞ്ഞതോടെ അൽ ഉല മദീന റോഡ് സുരക്ഷാ വകുപ്പുകൾ താൽക്കാലികമായി അടച്ചിരുന്നു. മാത്രമല്ല, ഈ റോഡിന് പകരം അൽ ഉല ഖൈബർ റോഡ് ഉപയോഗിക്കാമെന്ന് സുരക്ഷാ വകുപ്പുകൾ നിർദ്ദേശിച്ചിരുന്നു. അൽ ഉല മദീന റോഡിൽ 237 കിലോമീറ്റർ അടയാളത്തിന് സമീപമാണ് ഇരുദിശകളിലും റോഡ് താൽക്കാലികമായി അടച്ചിരുന്നത്. ഈ റോഡിന് പകരം അൽ ഉല ഖൈബർ റോഡ് ഉപയോഗിക്കാമെന്ന് സുരക്ഷാ വകുപ്പുകൾ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനിടയിൽ ജിദ്ദയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ടായ കനത്ത മഴയിലും പ്രളയത്തിലും നാശനഷ്ടങ്ങൾ നേരിട്ടവർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് പ്രത്യേക കമ്മിറ്റികൾ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അൽ റിഹാബ് ഡിസ്ട്രിക്റ്റിലെ സിവിൽ ഡിഫൻസ് കേന്ദ്രത്തിൽ വെച്ചാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായവരിൽ നിന്ന് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപേക്ഷകൾ ഓൺലൈനായി നൽകാനുള്ള സൗകര്യവും സിവിൽ ഡിഫൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ നേരിട്ട് പരിശോധിച്ച് നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിനായി അപേക്ഷകൾ ഫീൽഡ് കമ്മിറ്റികൾക്ക് കൈമാറും. ഫീൽഡ് കമ്മിറ്റികൾ ഇത് നേരിട്ട് പരിശോധിച്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.